നമസ്കാരം. മലയാളം SART ചാനലിലേക്ക് സ്വാഗതം. ചെടി നമ്മോട് പറയുന്നത് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതെഴുതിയത് നിലമ്പൂരിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കുട്ടികളാണ്. ഒരാളുടെ രചനയല്ല ഇത്, ഒരാൾ എഴുതിയതല്ല, കുറേ കുട്ടികൾ ഒന്നിച്ചിരുന്ന് എഴുതിയ ഒരു കവിതയാണിത്. അതും ആദിവാസികളായ കുട്ടികൾ. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ കാടിനോട് ഇണങ്ങി കാടിൻ്റെ മക്കളായി ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആദിവാസികൾ എന്ന് പറയുന്നത്. ആ ആദിവാസി വിഭാഗത്തിലെ ചോല നായ്ക്കർ എന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കുട്ടികൾ ഒന്നിച്ചിരുന്ന് എഴുതിയ കവിതയാണ് ഈ പാഠം. ഈ കവിത അവർ എഴുതിയിരിക്കുന്നത് അവരുടെ മലയാള ഭാഷയിലാണ്. അവരുടെ മലയാള ഭാഷയും നമ്മുടെ മലയാള ഭാഷയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ആദ്യം അവരുടെ ഭാഷയിൽ എഴുതിയ ഭാഗം വായിക്കാം. ആ രണ്ട് ഭാഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവരുടെ ഭാഷയിൽ കൊടുത്തിട്ടുള്ള ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ഗൂസ് കൈ നീട്ടത്, ചെടി സങ്കടബന്ദ് ഏന്തത്, ജേനുകുന്നി വരുതല് നാന് എന്തേള് കേളും, ബണ്ട് വരുതല് നാന് എന്തേള് കേളും, പക്കി വരുതല് നാന് എന്തേള് കേളും, ഗൂസ് ചെടിക്ക് ഒന്ന് മുദ്ദുകൊണ്ടത്. മനസ്സിലായോ എന്തെങ്കിലും? നമുക്ക് നമ്മുടെ മലയാള ഭാഷയിലെ ഇത് ഭാഗം വായിക്കാം. ആദ്യത്തേത് ഗൂസ് കൈ നീട്ടത്. അതിന് എന്തു പറയും? കുട്ടി കൈ നീട്ടി. നമുക്ക് മനസ്സിലായി അല്ലേ? ചെടി സങ്കടബന്ദ്, ചെടി സങ്കടപ്പെട്ടു. ഏന്തത് എന്തേ? ജേനി കുന്നേ വരുതല് നാന് എന്തേള് കേളും, തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു പറയും? ബണ്ട് വരുതല് നാന് എന്തേള് കേളും, ശലഭം വരുമ്പോൾ ഞാൻ എന്തു പറയും? പക്കി വരുതല് നാന് എന്തേള് കേളും, കുരുവി വരുമ്പോൾ ഞാൻ എന്തു പറയും? ഗൂസ് ചെടിക്ക് ഒന്ന് മുദ്ദുകൊണ്ടത്. കുട്ടി ചെടിക്ക് ഒരു മുത്തം കൊടുത്തു. കുറച്ചൊക്കെ മനസ്സിലായല്ലേ? ആരാണ് കൈ നീട്ടിയത്? എവിടേക്കാ, എന്തിനു നേർക്കാണ് കൈ നീട്ടിയത്? ആരാണ് സങ്കടപ്പെട്ടത്? നോക്കാം നമുക്ക്. ആരാ കൈ നീട്ടിയത്? കുട്ടി. കുട്ടി കൈ നീട്ടി. കുട്ടി കൈ നീട്ടിയപ്പോൾ ആരാ സങ്കടപ്പെട്ടത്? ചെടി സങ്കടപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കാം കുട്ടി കൈ നീട്ടിയപ്പോൾ ചെടി സങ്കടപ്പെട്ടത്? കുട്ടി കൈ നീട്ടിയത് എന്തിനായിരിക്കും? ചെടിയിൽ നിറയെ പൂക്കളുണ്ടല്ലേ, ആ പൂക്കൾ പറിച്ചെടുക്കാനായിരിക്കും കുട്ടി കൈ നീട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ചെടി സങ്കടപ്പെട്ടത്. ചെടിയുടെ മക്കളാണ് പൂക്കൾ അല്ലേ? പിന്നെ കുട്ടി അത് പറിച്ചെടുത്താലോ? പറിച്ചെടുത്താൽ അതിൻ്റെ ജീവൻ പോയില്ലേ? പെട്ടെന്ന് തന്നെ അത് വാടി നശിച്ച് ഇല്ലാതാവും അല്ലേ? ആർക്കും ഉപകാരപ്പെടാതാവും. അപ്പോൾ ചെടി സങ്കടപ്പെട്ടതിൽ കാര്യമില്ലേ? കുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് കൈ നീട്ടിയത്? പൂ പറിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് സങ്കടപ്പെട്ടത്? ചെടി. എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടത്? പൂ പറിക്കുന്നത് കൊണ്ട്. വേറെയും ചില കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടത്? പൂ പറിക്കുന്നതിൽ ചെടിക്ക് സങ്കടം തോന്നാൻ എന്താണ് കാരണം എന്ന് നോക്കാം. തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു പറയും? തേനീച്ച വരില്ലേ പൂക്കളിലെ തേൻ കുടിക്കാനായിട്ട്? അപ്പോൾ തേൻ കുടിക്കാൻ പൂക്കളില്ലെങ്കിൽ ചെടി തേനീച്ചയോട് എന്താ പറയുക? തേനീച്ചയ്ക്ക് വിശക്കില്ലേ അല്ലേ? അതുപോലെ ശലഭം വരുമ്പോൾ ഞാൻ എന്തു പറയും? പക്കി അല്ലേ? കുരുവി വരുമ്പോൾ ഞാൻ എന്തു പറയും എന്നാണ്. ഈ കുരുവിയും ശലഭവും, അതായത് പൂമ്പാറ്റയും തേനീച്ചയും ഒക്കെയാണ് പൂക്കളെ
ആഹാരമാക്കുന്നത്, അല്ലേ? പൂക്കളിലെ തേൻ കുടിക്കുകയും പൂമ്പൊടി ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അവ. അപ്പോൾ പൂക്കളില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടാതാവും, അവർക്ക് പട്ടിണി കിടക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പൂ പറിക്കുന്ന കാര്യത്തിൽ ചെടിക്ക് സങ്കടം വന്നത്. എന്തൊരു സ്നേഹവും കരുതലുമാണല്ലേ ചെടിക്ക് മറ്റു ജീവികളോട്. തൻ്റെ പൂക്കളിലെ തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചയോടും കുരുവിയോടും പൂമ്പാറ്റയോടുമൊക്കെ എന്തൊരു സ്നേഹമാണ് നമ്മുടെ ചെടിക്കുള്ളത്, അല്ലേ? അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുള്ളതുപോലുള്ള സ്നേഹം, അല്ലേ? കുട്ടി ചെടിക്ക് ഒരു മുത്തം കൊടുത്തു. എന്തുകൊണ്ടായിരിക്കാം മുത്തം കൊടുത്തത്? എല്ലാ ജീവജാലങ്ങളോടുമുള്ള, അതായത് തേനീച്ചയോടും കുരുവിയോടും പൂമ്പാറ്റയോടുമൊക്കെയുള്ള പൂവിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ ആ കരുതൽ, സ്നേഹം മനസ്സിലാക്കിയപ്പോഴാണ്, തിരിച്ചറിഞ്ഞപ്പോഴാണ് കുട്ടി മുത്തം കൊടുത്തത്, അല്ലേ? പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങൾക്കും അർഹതപ്പെട്ടതാണ് എന്നാണ് ഈ ഒരു കവിത നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കവിതയിലൂടെ ആ കുഞ്ഞുങ്ങൾ, അല്ലേ, ആദിവാസി കുട്ടികളായ ഈ കവിത എഴുതിയ ആ കുട്ടികൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല പ്രകൃതിയിലെ ഓരോന്നും. എല്ലാ ജീവജാലങ്ങൾക്കും അതിൽ ആ വസ്തുവിൽ അർഹതയുണ്ട് എന്നാണ്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. രണ്ട് രചനകളും വായിച്ച് വാക്കുകളിലുള്ള സാമ്യവും വ്യത്യാസവും കണ്ടെത്തൂ. കുറേ വാക്കുകൾ ഒരേപോലെ വരുന്നതുണ്ടല്ലേ? കൈ, അല്ലേ? ഗൂസ്, കൈ നീട്ടത്. കൈ എന്നുള്ളത് അവരുടെ ഭാഷയിലും നമ്മുടെ മലയാള ഭാഷയിലും ഒരേപോലെ തന്നെയാണ് കൈ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലേ? അതുപോലെ ചെടി, സങ്കടം, ഇതൊക്കെ ഒരേപോലെ തന്നെയാണ്. കൈ നീട്ടത്, കൈ നീട്ടി അല്പം മാറ്റത്തോടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലേ? പിന്നെ ഗൂസ് ആണെങ്കിലും തേനീച്ചയ്ക്ക് പറയുന്ന ജേനു കുന്നി, അല്ലേ? അതിനൊക്കെ കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. പക്കിയെ നമ്മൾ പക്ഷിയുടെ പര്യായ പദങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? മുദ്ദ് കൊണ്ടത്, മുത്തം, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? അവരുടെ ഭാഷയിലും നമ്മുടെ ഭാഷയിലെയും വാക്കുകൾക്ക് സാമ്യമുള്ളതും ഉണ്ട്. രണ്ടാമത്തേത്, കുട്ടി കൈ നീട്ടിയത് എന്തിനായിരിക്കും? പൂ പറിക്കാൻ തന്നെ, അല്ലേ? പൂ പറിക്കാനാണ് കുട്ടി കൈ നീട്ടിയത്. ഇതിപ്പോൾ എന്തോ മാറ്റം വന്നു. കുട്ടി കൈ നീട്ടിയത് പൂവ് പറിക്കാനായിരിക്കും. രണ്ടാമത്തേത്, ആർക്ക് അവകാശപ്പെട്ടതാണ് പൂക്കൾ? പൂക്കൾ തേനീച്ചയ്ക്കും ശലഭത്തിനും പക്ഷിക്കുമെല്ലാം അവകാശപ്പെട്ടതാണ്. മൂന്നാമത്തേത്, കുട്ടി ചെടിക്ക് മുത്തം കൊടുക്കാൻ കാരണമെന്ത്? തേനീച്ചയോടും പൂമ്പാറ്റയോടും പക്ഷിയോടുമുള്ള ചെടിയുടെ സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കുട്ടി ചെടിക്ക് മുത്തം കൊടുത്തത്. അടുത്തത്, ഈ കവിതയിലെ ചെടി എന്തെല്ലാമാണ് നമ്മെ പഠിപ്പിക്കുന്നത്? പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങൾക്കും അർഹതപ്പെട്ടതാണ് എന്ന പാഠമാണ് ഈ കവിതയിലെ ചെടി നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കവിതയ്ക്കൊരു തലക്കെട്ട് നൽകൂ. സ്നേഹം, അല്ലേ? ഇനി ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ? ചിത്രം നോക്കൂ. പൂ പറിക്കാൻ ചെന്ന കുട്ടിയോട് ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിലെ ആനയ്ക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാകും? ആനയെ കണ്ടിട്ടില്ലേ? കാട്ടിലല്ലാതെ നമ്മൾ നാട്ടിലും ആനയെ എന്തിനൊക്കെയോ ഉപയോഗിക്കാറുണ്ടല്ലേ? എന്തിനൊക്കെയാണ്? മരം പിടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ? പിന്നെ അതുപോലെ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കാൻ, ദൈവത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കാറില്ലേ ആനയെ? ഇതാ നോക്കൂ, ആനയെ രണ്ട് പാപ്പാന്മാർ ഉപദ്രവിക്കുകയാണല്ലേ? അടിക്കുകയും തോട്ടി കൊണ്ട് ചെവിയൊക്കെ തുളച്ച് കീറുകയും ഒക്കെ ചെയ്യുകയാണ്. എന്തൊരു ദ്രോഹമാണ് അല്ലേ ചെയ്യുന്നത് ആനയോട്? ഈ ആനയ്ക്ക് എന്തൊക്കെ പറയാൻ കഴിയും?
നോക്കൂ. ഹൗ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? എൻ്റെ ചെവിയിൽ ഇരുമ്പ് തോട്ടി കൊളുത്തി വലിക്കല്ലേ. കഠിനമായ ചൂടിൽ വീശി തണുപ്പിക്കാനുള്ള വിശറി കൂടിയാണ് എനിക്ക് ഈ ചെവികൾ. പൊരിവെയിലത്ത് നിങ്ങൾ എന്നെ എഴുന്നള്ളത്തിന് നിർത്തുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ചൂട്, വേദന, ദാഹം ഒന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ മനുഷ്യരല്ലേ? മനുഷ്യത്വം എന്നൊന്നുണ്ടോ നിങ്ങൾക്ക്? കഷ്ടം. എൻ്റെ കാട്, കാട്ടിലെ എൻ്റെ കൂട്ടുകാർ, അവിടുത്തെ മുളങ്കാടുകൾ, തെളിനീരൊഴുകുന്ന ചോല, ഇവയെല്ലാം എനിക്ക് ഇനി സ്വപ്നം മാത്രം. പാഠം മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.